ഹലോ ഹായ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാട്ടാ നമ്മളിപ്പോൾ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൂമിൻ്റെ ഉൾവശം എങ്ങനെയാണ് നോക്കാം. വർക്ക് നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാം അലങ്കോലപ്പെട്ടിരിക്കും. എന്നാലും ജസ്റ്റ് ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് നോക്കിയിട്ട് പോവാം. റൂമെല്ലാം പഴയ വീടാണെങ്കിൽ ഇവർ പുതുതായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂം 3 റൂമുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അതുകൂടാണ്ട് ചെറിയ റൂം അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. മച്ചലിട്ടിട്ടുള്ള ഓക്കെ ആട്ടോ. പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. മുകളിലേക്ക് സ്റ്റെയർ, പണ്ടത്തെ ആ ഒരു സ്റ്റെയറില്ലേ അതാണ് ഉള്ളത് കേട്ടോ, മരത്തിൻ്റെ. ഇതിപ്പോൾ നമ്മൾ കാണുന്ന കിച്ചണാണ്. കിച്ചൺ ഓക്കെയാണ്, എല്ലാം ബാക്കി പണിയെല്ലാം കഴിയുമ്പോൾ സെറ്റ് ആവുമായിരിക്കും. ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട്. ഇതിനകത്ത് തൽക്കാലം നമ്മൾ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാകുമ്പോൾ ബാക്കിയെല്ലാം ക്ലിയർ ആവില്ല. അപ്പോൾ അത് അങ്ങനെ നോക്കാം. ഈ ഒരു ഏരിയയിൽ വാഷ് ബേസിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ 4 ബാത്റൂം ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ 12 പേരുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. കൈതച്ചക്കല്ലേ? കൈതച്ചക്കല്ലേ? ഇത് മൊത്തം കൈതച്ചക്ക. ഇത് കുടിയാമല നമ്മളെ സ്ഥലത്താക്കിയാലോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. വെള്ളം നല്ല വെള്ളം കേട്ടോ, വെള്ളം നല്ലതാ. അപ്പോൾ നമ്മൾ തിരിച്ചു പോയി കേട്ടോ. തിരിച്ചിനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കോളേജിൽ കയറണം. കിച്ചുവിൻ്റെ മാമിലൊന്ന് കാണണം. അപ്പോൾ ഇതാണ് നമ്മളെ സാരഥി. നമ്മുടെ ഇവിടെയുള്ളൊരു വണ്ടീനെ കേട്ടോ, ഇവരെ ഹോസ്റ്റലിൻ്റെ വണ്ടിയാണ്. ഫുഡും കാര്യമെല്ലാം കൊണ്ടുവരുന്നത്. ഇതാണ് എൻട്രൻസ് കേട്ടോ, കോളേജ് എൻട്രൻസ് ആണ്. വലിയ കോളേജ് കേട്ടോ, ഓപ്പൺ ആയിട്ട് അത്രയും 2-3 കൊല്ലമായിട്ടും. അപ്പോൾ എല്ലാം സെറ്റായി വരുന്നുള്ളൂ. ഇവർക്ക് വേറെയും കോളേജ് ഉണ്ട് വേറെ സ്ഥലത്ത്. അത് കറക്റ്റ് എവിടെയാണെന്നറിയില്ല. ഇതിപ്പം പുതുതായിട്ട് തുടങ്ങിയോണ്ട് ബിൽഡിംഗ് എല്ലാം പുതിയതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹോസ്റ്റലുകളെല്ലാം വരുന്നത്. അതായത് കോളേജിൻ്റെ ഹോസ്റ്റൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. ബാക്ക് സൈഡായിട്ട് വരും. ഇതിൻ്റെ ഓഫീസും കാര്യമെല്ലാം ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്കിവിടെ വണ്ടി വെച്ചിട്ട് ഇതിന് ഉള്ളിലോട്ട് പോകുമ്പോൾ ക്യാമറ പറ്റില്ല. അപ്പോൾ ഇവിടെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കിച്ചുവിൻ്റെ മാമിനെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പം നമുക്ക് നേരെ എറണാകുളത്തേക്ക് ഉണ്ട്. പെറവമ്പര ചേട്ടൻ കൊണ്ടുവിടും. ഇനി അവിടുന്ന് ബസ് പിടിച്ച് പോകണം, മെട്രോ. അങ്ങനെ എറണാകുളത്തെത്തി. ഇന്നിപ്പം ഇനി അങ്ങോട്ടേക്ക് ട്രെയിനില്ല. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ടിക്കറ്റ് കിട്ടാനില്ല, ബുക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ രാവിലെ വണ്ടിയുണ്ട് 5:15. അപ്പോൾ അതിനാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് റൂം എടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് കറങ്ങണം. ഒന്ന് ലുലു മാളെല്ലാം പോയി പിന്നെ ഒരു 8-9 മണി ഫുഡെല്ലാം കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിപ്പം ഇറങ്ങിയിട്ട് നേരെ റൂം തപ്പിയിട്ട് പോകുന്നു എറണാകുളത്ത് നിന്ന്. അപ്പോൾ റൂമെടുത്ത് ഇവിടെ നമ്മൾ റൂമെടുത്ത് കേട്ടോ. റൂമെടുത്ത് ഇനി അടുത്ത വീഡിയോ നെക്സ്റ്റ് പാർട്ട് കാണാം. ഓക്കെ.